ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്നുള്ള ക്യാമ്പയിനിൽ കേന്ദ്രം നടത്തി വരുന്ന മുജാഹിദ് ഫാമിലി മീറ്റിൽ, കണ്ണൂർ ജില്ലാ ഫാമിലി മീറ്റിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിനിൻ്റെ ആ ഒരു ക്യാപ്ഷനും ഇപ്പം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം യുവത്വം, തിരഞ്ഞെടുപ്പുകൾ, ആധുനിക ജീവിത വെല്ലുവിളികൾ അല്ലെ, ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ വിഷയമാണ് അല്ലേ. അതായത് കുടുംബം എന്ന് പറയുന്നത് ഒരു കുടുസതയായിട്ടാണ് ഇപ്പോഴത്തെ കാലത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന പുതുതലമുറ കരുതുന്നത് തന്നെ. മാത്രമല്ല, വിവാഹം എന്ന് പറയുന്നത് അടിമത്വമാണ് അല്ലേ. വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം അവിടെ നിന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് ഫിനാൻഷ്യലി ഒന്നും സ്റ്റേബിളായി ജീവിക്കുക അല്ലേ. ഇനി പുരുഷന്മാരാണെങ്കിലും അധിക കെട്ടിക്കൊടുക്കുകളൊന്നുമില്ലാതെ പരമാവധി സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുടുംബം എന്ന് പറയുന്നത് ആ ഒരു കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമ്പവും അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു സക്കീനത്ത്, ഒരു ശാന്തത ഉണ്ട് കുടുംബം കൂടി ചേരുമ്പോഴുള്ള, അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വലിയവരെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും പുതിയ തലമുറയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി അവരവരുടെ മുറികളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന, പുതിയ തലമുറയെ നോക്കുകയാണെങ്കിൽ അവരവരുടെ മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പസുകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പുതിയ ഒരുപാട് ആശയങ്ങൾ, കൊടി പിടിച്ച പുരോഗമന ആശയങ്ങൾക്ക് പിന്നിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മളുടെ മുസ്ലിം വീടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വീണുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അല്ലെ, ഈ കുടുംബത്തിൻ്റെ പരിശുദ്ധത, ആ ഒരു പവിത്രത എങ്ങനെയാണ് നമ്മളുടെ പുതിയ തലമുറയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിന് ആ ഒരു പരിഹാരമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പരിഹാരം നമുക്കറിയാം, നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ കൂടെ ഷഹനാസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. അതുപോലെ തന്നെ ഷമീല പുളിക്കൽ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഷഹനാസ്ത കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഷഹനാസ്തക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഇവിടെ പല പ്രശ്നങ്ങളും നമുക്ക് എൻ്റെ അടുക്ക വരുന്നൊരു ഓരോ ഇൻസിഡൻ്റ് അനുസരിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളും പലതും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റേണ്ട വിധങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും എല്ലാത്തിനും അതിൻ്റേതായ സൊല്യൂഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാർഗം, ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു പ്രശ്നം അത് മാറേണ്ട, ആ ഒരു സൊല്യൂഷൻ ഉണ്ടാകേണ്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. അവിടെ നിന്ന് വെച്ച് തന്നെയാണ്, നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് അതിൻ്റെ എല്ലാം വിധികൾ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലേ, എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഖുറാനിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളത് വേണ്ടുന്ന വിധത്തിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഓരോ പ്രശ്നങ്ങളും മാറ്റാൻ സാധിക്കാത്തത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരാളുടെ മൈൻഡിൽ കയറി വരുന്ന ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലിംഗ് അത് അഡ്വൈസ് ആണ്. അതായത് ഉപദേശിക്കുക, അടിച്ചേൽപ്പിക്കുക, നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. ശരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ കൗൺസിലിംഗ് എന്നുള്ള ആ വേർഡിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ അത് ആ വേർഡിലുള്ള ഓരോ ആൽഫബറ്റിൽ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അതെന്ത്, ഒന്ന് കൺസോൾ, ഒന്ന് സമാധാനിപ്പിക്കുക, ഒന്ന് സാന്ത്വനം കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു ഒരു റിലീഫ്, എല്ലാം ആ ഒരു വേർഡിൽ തന്നെ റിലീഫ്, സപ്പോർട്ട്, ആ കമ്മ്യൂണിക്കേഷൻ, എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ
പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മൾ കുടുംബത്തിൽ ഫേസ് ചെയ്യുന്നത്. അപ്പം ഒരു വീട്ടിലൊരു കൗൺസിലർ ആരായിരിക്കണം? ആ വീട്ടിലെ ഒരു ഭാര്യക്കും ഒരു മക്കൾക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ കൗൺസിലർ ആ ഭർത്താവായിരിക്കണം. ഒരു ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരായിരിക്കണം അവിടെ കൗൺസിലർ? ആ ഭാര്യയും മക്കളും ആയിരിക്കണം. അവിടെ പ്രായപരിധി ഒന്നുമില്ല. ഇനിയിപ്പം ഉമ്മയും ഒരേ സമയം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് കൗൺസിലർ മക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇരുന്ന് പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പലതും എന്തായാലും തീർച്ചയായും അതിൽ യാതൊരു സംശയവും ഇല്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൂടി കൊണ്ട് ഉറച്ചു പറയുകയാണ്. തീർച്ചയായും വീട്ടിൽ തന്നെ അതിനൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം നേരത്തെ ഷാഹിദ് മുസ്ലിം ഫാറൂഖി സർ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ പുറമെ പിന്നെ അവിധത്തിലും എന്താണ് കുട്ടികൾക്ക് അറിയുന്നില്ല എന്താണ് ലവ്, എന്താണ് ഇൻഫാക്ച്വേഷൻ എന്നറിയുന്നില്ല. ആ ഒരു ഏജിൽ സംഭവിക്കുന്നതാണ്. അപ്പം വീട്ടിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാത്തത് കൊണ്ടാണ് അത് കിട്ടുന്ന ഇടങ്ങളിൽ പലപ്പോഴും നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നത്. ഇനി മക്കളുടെ കാര്യം മാത്രമല്ല, ഇനി ഭാര്യമാരാവട്ടെ അല്ലെ, എന്തുകൊണ്ടാണ് ഒരു അവിധം ആ ഒരു റിലേഷനിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ്? ആ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഇനി ഭർത്താവാകട്ടെ, ഇതൊക്കെ തന്നെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ. ശരിക്കും നമ്മൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാത്തതൊന്നല്ല, പക്ഷെ നമ്മളത് വേണ്ടുന്നത് പോലെ ഉപയോഗിക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുടുംബ സംവിധാനത്തെക്കുറിച്ചാണ്. കുടുംബത്തിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കുടുംബത്തിന് അറബിയിൽ പറയുന്ന ഒരു പദമാണ് ഉസ്രത്ത്. ഈ ഉസ്രത്തിന്റെ അർത്ഥപരിധി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്, അതൊരു കുവ്വത്താണെന്നുള്ളത്. കുവ്വത്ത് എന്ന് പറഞ്ഞാൽ പവർ, നമ്മുടെ പവറാണ്, നമ്മുടെ ശക്തിയാണ് നമ്മുടെ കുടുംബം. അതേപോലെ തന്നെ അദ്ദിറുൽ ഹസീൻ എന്ന് വെച്ചാൽ ഒരു സുരക്ഷിതമായ ഒരു കവചം. നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത്, കുടുംബത്തിലിരിക്കുന്ന സമയത്ത് ഒരു കംഫോർട്ട് സോൺ ഫീൽ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. എന്നാൽ കൂടാത്ത സമയത്തും ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു മനസ്സിലൊരു ചിന്ത വരുന്ന സമയത്ത് പോലും ഈ ഒരു ഇമ്പവും ഈ ഒരു സന്തോഷവും ഒക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കുഞ്ഞ് പിച്ച വെക്കുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ്. ഒരു മനുഷ്യൻ ഫിസിക്കലി ആൻഡ് മെന്റലി, ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് എത്താൻ നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു കാന്തമാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ജനിച്ചിട്ടുള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വയസ്സുണ്ടോ അത്രയും കാലം നമ്മുടെ കൂടെയുള്ളൊരു ടീമാണ്. ഇനി വിവാഹ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലാഹു തആല മഹറൂട്ടി പടക്കുക എന്ന് പറഞ്ഞതുപോലെ ലയിക്കാനുള്ള, ചേരാനുള്ള ഒരു കുടുംബ സംവിധാനമാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാകുന്ന ഒരു മഹത്തായ കുടുംബ സംവിധാനമാണ് വിവാഹ ജീവിതത്തിലൂടെ ഇപ്പുറത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പൊർസയിലൊക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്, നമ്മുടെയൊക്കെ കണ്ണിന്ന് കണ്ണീര് വരാറുണ്ട്. ഇവിടെ കുടുംബ സംവിധാനം തകർന്നിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, അത് നമ്മുടെ വികാരം അല്ലേ. ശരിക്കും വാപ്പ നഷ്ടപ്പെട്ടിട്ടുള്ള, ഉമ്മ നഷ്ടപ്പെട്ടിട്ടുള്ള മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ളവർ, വെച്ച് വിളമ്പി കൊടുക്കാനും ഊട്ടാനും ഒക്കെ ആളില്ലാത്തൊരവസ്ഥ. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വികാരമാണ്. ഇവിടെ പ്രവാചകന്റെ മഹത്തായ ഒരു ഹദീസ് ഉണ്ട്, ഇത്തഖുല്ലാ വസ്ഫിലു അർഹാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗാർഡനാണ്. നമുക്കറിയാം, ഒരു ഗാർഡനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചെറിയ ചെടികൾ ഉണ്ടാകാം, തൈച്ചെടികൾ ഉണ്ടാകാം, ഫലവൃക്ഷങ്ങൾ കായ്ക്കുന്നവ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നവ, പടുവൃക്ഷങ്ങൾ ഉണ്ടാകാം. ഇതേപോലെ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കൊഞ്ചിക്കാനുള്ള മക്കളുണ്ട്, കൗമാരക്കാരുണ്ട്, ശൈശവക്കാർ, ബാല്യം, അതേപോലെ യുവാക്കൾ, ഓടാനും പായാനും ഒക്കെയുള്ള യുവാക്കൾ, പ്രായത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വേണ്ടി ഗൈഡൻസ് തരുന്ന, നമ്മളെ മാർഗനിർദ്ദേശനം നൽകുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, വൃദ്ധരായ വല്യമ്മമാർ, വല്യപ്പമാർ. അപ്പോൾ ശരിക്കും ഇവരാണ് കുടുംബത്തിൻ്റെ ഒരു രസം. അങ്ങനെ വളരെ രസമാക്കേണ്ട ഒരു പൂവാടിയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഷമീലത്തെ പറഞ്ഞു, ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിലും
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ ഫസ്റ്റത്തെ ആയത്തിൽ നമ്മളടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനെ സൂക്ഷിക്കണം അല്ലേ, നിങ്ങളെ ഒരേ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം നമ്മളടുത്ത് സൂക്ഷിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലെ, കുടുംബ ബന്ധങ്ങൾ അത്രയും പ്രാധാന്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളടുത്ത് പറയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അല്ലെ, ആ രൂപത്തിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിൻ്റെ പാഠങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം കുടുംബ ബന്ധങ്ങൾക്ക് നൽകുന്നത്? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഒരു വ്യക്തിയിൽ കുടുംബത്തിന് എത്രമാത്രം വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഒരു കുഞ്ഞിങ്ങനെ വളർന്ന് വലുതാകുന്നത് ഒരു കുടുംബത്തിലാണ്. ആ കുഞ്ഞിന് പിന്നീട് സമൂഹത്തിൽ എന്ത് നൽകാനാകും എന്നുള്ളതൊക്കെ ആ കുട്ടി വളർന്നു വരുന്ന ആ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ കുടുംബത്തെ കാണുന്നത് എങ്ങനെയാണ് അല്ലെ? കുടുംബത്തിൻ്റെ ചിട്ടകളൊക്കെ അനുസരിക്കുന്നവർ പുരോഗമനമില്ലാത്തവരാണ്, പഴഞ്ചനാണ് അല്ലെ. കളിയാക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലെ കുട്ടികൾ സംസാരിക്കാറുണ്ടാവും അല്ലെ. വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്ന കൗമാരക്കാരുണ്ട്, വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കൗമാരക്കാരുണ്ട്. അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. കുടുംബം മുന്നോട്ട് വെക്കുന്ന, കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിലുണ്ട്. അപ്പോൾ എത്രമാത്രം വലിയ അപകടമാണ് കുടുംബത്തോടുള്ള, കുടുംബം എന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഈ ഒരു അകൽച്ച നമ്മുടെ സമൂഹത്തെ എവിടെ കൊണ്ടെന്ന് എത്തിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഷഹനാസ്ത നമ്മളടുത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കും. പ്രിയമുള്ള സഹോദരിമാരെ, ഒരു കാരണവശാലും താഴെ സ്റ്റെയർ കേസ് അടുത്തത് കുടുംബവുമായി അകലം പാലിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അപ്പൊ ആദ്യമായി തന്നെ എങ്ങനെയുള്ള മക്കളാണ്, അതായത് കുടുംബവുമായി അകലം പാലിക്കുന്ന കുട്ടികൾ, അത് ഏത് തരത്തിലുള്ളതാണ്? അത് മെയിൻലി പറയുകയാണെങ്കിൽ പാരന്റിങ് സ്റ്റൈലിൽ വരുന്നതാണ്. 4 ടൈപ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈല്: അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ ആൻഡ് നിഗ്ലെക്ട്ഫുൾ പാരന്റിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിഗ്ലെക്ട്ഫുൾ അല്ലെങ്കിൽ അൺഇൻവോൾവ് പാരന്റിങ് സ്റ്റൈൽ. ഈ 2 പാരന്റിങ് സ്റ്റൈലിലാണ് മക്കൾ അകന്നു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ പിന്നെ അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ് ആണ്. അതായത് അവരെന്നെ ആയിരിക്കും, പാരന്റ്സ് തന്നെ ആയിരിക്കും എന്താണ് ആ മക്കളുടെ കാര്യങ്ങൾ ഭാവി നിശ്ചയിക്കുന്നത്, ആ പാരന്റ്സ് തന്നെ ആയിരിക്കും. അവിടെ ആ കുട്ടിക്കുള്ള സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു നോ പറയേണ്ടടുക്കാൻ നോ പറയണോ എന്നുള്ളത് പോലും അവിടെ പിന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള കളി ഇപ്പം ലാസ്റ്റ് ഒരു 2 ദിവസം മുമ്പേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ നീറ്റ് എക്സാമിന് 99.99% കിട്ടിയ ഒരു കുട്ടി സൂസൈഡ് ചെയ്ത്, എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ കുട്ടി പിന്നെ സൂസൈഡ് ചെയ്യുമ്പോൾ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ഡോക്ടർ മേഖല വേണ്ട, എനിക്കിത് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതുപോലെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ബിഹൈൻഡ്, എന്താണ് സംഭവിക്കുന്നത്? അതായത് പാരന്റ്സ് അവരുടെ റെപ്യൂട്ടേഷനൊക്കെ വേണ്ടിയിട്ടാണ് എന്നത് പറയുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെട്ടുവാണ്. മറ്റൊന്ന് നിഗ്ലെക്ട്ഫുൾ പാരന്റിങ്, അതും അങ്ങനെ തന്നെയാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ്. അപ്പം ആ ഒരു കണ്ടീഷനിലും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എന്താണ്, അവർക്ക് അവിടെ ഒരു നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അത് കിട്ടുന്ന അവരെത്തുന്നത് മോശമായിട്ടുള്ള പാതയിലേക്കായിരിക്കും അവരെത്തുക. മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളും, അത് ഡ്രഗ്സ്. ഇപ്പൊ ഡ്രഗ്സിന്റെ കേസൊക്കെ വരുമ്പോഴും നമ്മൾ ഏതൊരു കേസ് വരുമ്പോഴും ആ കേസിലേക്കല്ല ഫോക്കസ് ചെയ്യുക, അത് എങ്ങനെയാണ് ആ റൂട്ട് കോസിലേക്കാണ് പോകാൻ, എങ്ങനെയാണ് ആ കുട്ടി ഇന്ന് സംഭവിച്ചത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആ പാരന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഉള്ളതെന്ന്. അപ്പം നമ്മൾ പാരന്റിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ സ്വതുവേ ഒരു പാരന്റ് അല്ലെ, ഇവിടെ
കുറേ ഉമ്മമാരുണ്ടല്ലോ. അപ്പോൾ ഒരു പാരന്റ് എന്ന നിലക്ക് ഞാനൊക്കെ ഒരു പാരന്റൽ മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അല്ലേ. മക്കള് സ്കൂളിലും മദ്രസകളിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായും മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ പാരന്റിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ മക്കള് ഒരു വിധത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താക്കണം, ഒരു കല്യാണത്തിന് വേണ്ടി എന്നാണോ ഒരു കുട്ടി വിവാഹത്തിന് വേണ്ടി എന്നാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ് ഒരു പാരന്റിങ് ക്ലാസ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുക വെച്ചാൽ വീട്ടിൽ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. നമുക്ക് ഒന്നും അറിയിട്ടൊന്നുമല്ല, നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് റീൽസും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നും അത് എന്തിലേക്ക് എടുക്കുന്നില്ല, നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എന്താണ് എങ്ങനെയാണ്, കാരണം ഞാൻ ഈ ഒരു പാരന്റിങ്ങിന്റെ ഇവിടെ എടുത്ത് പറയാൻ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കേസാണ്. അതിൽ ADHD കേസാണ്. ADHD ഹൈപ്പർ ആക്ടിവിറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ആ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് ജനറ്റിക് ആയിട്ടും വരാം, അല്ലെങ്കിൽ അല്ല ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടും ആവാം. അപ്പൊ ഇതിൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കുറെ നോട്ടീസ് ചെയ്തതിൽ വന്ന കേസിൽ കൂടുതലും പാരന്റ്സിന്റെ അശ്രദ്ധ കാരണമാണ് കുട്ടികൾ അങ്ങനെ, അതായത് പാരന്റ്സിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി കുട്ടികൾക്ക് എന്ത് നൽകുന്നു, മൊബൈൽ ഫോൺ നൽകുന്നു. അപ്പോൾ തന്നെ കുട്ടികളെ ശ്രദ്ധ, എന്നാൽ അവർക്ക് ഒരു 7 വയസ്സിന്റെ ഉള്ളിലാണ് അവർക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നോർമൽ സ്റ്റേജിലേക്ക്, അതായത് കൗൺസിലിംഗ് മാത്രം കൊണ്ട് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അവരത് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള കാര്യം. നമ്മൾ പറയും നിങ്ങൾ ഇത്ര നമ്മൾ കൗൺസിലിംഗ് മാത്രം പോരാ, അവരും കുറച്ച് നമ്മൾ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പൊ ആ ഒരു ചില പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് സഹകരിക്കാത്ത പാരന്റ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചില പാരന്റ്സ് പറയാം എനിക്ക് കഴിയില്ല ഇതിന് മെനക്കെടാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാരന്റിങ് ഒക്കെ എപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ഭാവിയാണ് അവിടെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാരന്റിങ് അത് എന്താണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ വിവാഹത്തിന് മുമ്പേ പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മ ഉപ്പ എന്നുള്ള ഒരു ഹൈലി പൊസിഷൻ അലങ്കരിക്കുന്ന ആളുകളാണ് നമ്മളെ മുന്നിലിരിക്കുന്നവരൊക്കെ. അപ്പോൾ നമ്മളോടൊക്കെ ചോദിക്കുകയാണ് ഉമ്മയാവാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ വേണ്ട ആയിപ്പോയി എന്നേ നമുക്ക് ഉത്തരമുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ടീച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുത്തതിന് ശേഷമാണ് ആ ഒരു പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നോ വേർഡ്സ്, നമുക്ക് വാക്കുകളില്ല. നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയാനുള്ളത്, ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഖിത്അത്തു കബദി എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കരളിൻ്റെ കഷ്ണം. നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത്, കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഇത് ഹദിയത്തുൻ മിനല്ലാ, പടച്ച റബ്ബ് തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് എൻ്റെ കുട്ടി. അതേപോലെ നിഅമത്താണ്, അള്ളാഹു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പദമാണ് സീനത്ത്, അലങ്കാരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഡെക്കറേഷനാണ് നമ്മുടെ കുട്ടികൾ. ഇതേപോലെ അമാനത്താണ്, അള്ളാഹ് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഫിത്നയാണ്, പരീക്ഷണമാണ്. അപ്പൊ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യങ്ങളാണിത്. ഇനി കുട്ടികൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു തആല എന്താണ് മക്കളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? വിവാഹ ജീവിതത്തിന് ശേഷം, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റബ്ബന ഹബ്ലനാ മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല സ്വാലിഹായ കുട്ടിനെ പ്രദാനം ചെയ്യണേ. സക്കരിയ നബിയുടെ ഒരു പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മില്ലദുൻക ദുരിയത്തൻ ത്വയ്യിബ, ഉത്തമമായ സന്താനത്തെ പ്രദാനം ചെയ്യണേ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഡ്രീം ആവേണ്ടതുണ്ട്, നമ്മുടെ ലക്ഷ്യമാവേണ്ടതുണ്ട്. കുട്ടി സ്വാലിഹാവുക, ദുരിയത്തുൻ ത്വയ്യിബ, ഉത്തമമായ സന്താനമാവുക. അതേപോലെ കുഞ്ഞിന്റെ ജന്മവേളയിൽ പോലും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വ ജന്നിബി ശൈത്വാന മാ റസഖതന. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ തന്നിട്ടുള്ള, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ബാധയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മളെ കുട്ടികളെ വളർത്തേണ്ടത്. ഇനി ഈ തെർബിയത്തിന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിലൊരു പളുങ്ക് പാത്രമാണ്. ഇപ്പോൾ ഒരു മീൻകറി നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊരു ഉപ്പും മസാല ഇട്ടാൽ അതൊരു കറിയാകും. എന്നാൽ കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും അതേപോലെ കുറച്ച് നല്ല ചേരുവകളൊക്കെ ചേർത്ത് നമ്മളത് ഉണ്ടാക്കിയാൽ അതൊരു സൂപ്പർ ആയിരിക്കും.
ഇതേപോലെ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഹുസ്നു നിയ്യത്ത്. നല്ല നിയ്യത്തോട് കൂടിയിട്ട് നമ്മളെ കുട്ടികളെ വളർത്തുക. നാളെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന നല്ല മക്കളായിട്ട് ഉണ്ടാക്കാനുള്ള കഴിയുക എന്നുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊന്ന് മുഹബ്ബത്ത്, സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എൻ്റെ കുട്ടിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് ഉള്ളിൽ ഇങ്ങനെ വെച്ചതുകൊണ്ടായില്ല, അത് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവർക്ക് അതിൻ്റെ സമയം കൊടുക്കാനും അവരൊന്ന് പിടിച്ചു കൂട്ടാനും ഒന്ന് ഉമ്മ വെക്കാനും ഒക്കെയുള്ളൊരു സമയം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ സൊബർ, ക്ഷമ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ നന്നായിട്ട് പാലിക്കേണ്ട ഒന്നാണ്. മറ്റൊന്നാണ് അദില് അഥവാ നീതിയോട് കൂടിയിട്ട് നമ്മളെ കുട്ടികളെ വളർത്താൻ സാധിക്കുക. ഖൗലൻ ഹസന, നല്ല രീതിയിൽ, ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ പറയുന്നതിൻ്റെ ശൈലി അനുസരിച്ച് ആയിരിക്കും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പറയാൻ നമുക്ക് സാധിക്കുക. മറ്റൊന്ന് അവനവനിൽ മാതൃകയായിക്കൊണ്ട് നമ്മളൊരു മാതൃകയാവേണ്ടതുണ്ട്. നമ്മുടെ കുടുംബം മക്കൾക്ക് മുന്നിൽ മാതൃകയുള്ളതാക്കിയിട്ട് വളർത്താൻ സാധിക്കുക. മാത്രമല്ല നല്ല മാനസിക ആരോഗ്യവും ഈമാനും പവറും എല്ലാം ഉണ്ടായിട്ട് വേണം നമ്മളെ കുട്ടികളെ വളർത്താനുള്ള ആ ഒരു രീതിയിൽ. ഇതുണ്ടായാലേ നമുക്ക് നല്ല രീതിക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഡൗൺ ആയി കിടന്നാലോ നമ്മളൊന്ന് ഉറങ്ങിക്കിടന്നാലോ അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു രീതിയിൽ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത്. അല്ലേ, എന്നിട്ട് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അള്ളാഹു പറയാണ് അവിടെ ഒരു സക്കീനത്ത് ഉണ്ടായിരിക്കും. അല്ലെ, നിങ്ങൾക്കിടയിൽ ഒരു മവദ്ദത്തും റഹ്മത്തും ഒക്കെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തങ്ങൾക്കിടയിൽ അള്ളാഹു ഇങ്ങനെ പറയാണ്, ഈ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. പക്ഷെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു ദൃഷ്ടാന്തം എന്നുള്ള ആ ഒരു പവിത്രത നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വിവാഹത്തിനുണ്ടോ? അല്ലെ, വിവാഹത്തിന്റെ ആ ഒരു മൂല്യം, വിവാഹത്തിന്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർഭാടങ്ങളും വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കല്യാണം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കല്യാണ വീട്ടിലുണ്ടാവുക. എന്നിട്ട് നമ്മൾ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ എന്ന് പ്രാർത്ഥിക്കാണ്. അവിടെ ബർക്കത്ത് പ്രതീക്ഷിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ മുസ്ലിം വീടുകളിലെ വിവാഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു നിലക്ക് ആലോചിച്ചാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ആർഭാടമായിട്ട് നടത്തിയ വിവാഹമായിരിക്കും, പിന്നീട് കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹമോചനം നേടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. മാത്രമല്ല, വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം തലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, വിവാഹം കഴിച്ചാൽ പിന്നെ പഠനം നടക്കൂല, അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാൻ പറ്റൂല, നമ്മൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂല, വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു അടിമത്വമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ലിവിങ് ടുഗദർ, അല്ലെ, സിറ്റുവേഷൻഷിപ്പ്. നമ്മൾ ഒരു കാലത്ത് നമ്മൾ കേട്ടാൽ നമുക്കിങ്ങനെ അറപ്പ് തോന്നുന്ന പല കാര്യങ്ങളും ഇന്നിങ്ങനെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഒരു റിയാലിറ്റി ഷോയില്, അല്ലെ, ആണും കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം, പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ കുട്ടി അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ, അല്ലെ, അമ്മ ആണും കല്യാണം കഴിക്കുമോ, പെണ്ണും കല്യാണം കഴിക്കുമോ? ആ അമ്മ പറഞ്ഞു കൊടുക്കണ എന്താ, പറ്റുമല്ലോ മോനെ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ, നിങ്ങളെന്താ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ നമ്മുടെ മക്കളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള മൂല്യങ്ങൾ, ഇതിനെതിരെ സംസാരിക്കാനുള്ള, അത് തിന്മയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മക്കളുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. വിവാഹത്തെ അതിൻ്റെ ആ പവിത്രതയിൽ ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മുടെ മക്കളെ മാറ്റാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന ഒരു ലോകമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇവർ കാണുന്ന ഒരു ലോകമുണ്ട്, അല്ലെ, റീൽസിലും ഷോർട്സിലുമായിട്ട് ഇവർ കാണുന്ന ഒരു ലോകം, അതാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസ്, അതൊക്കെയാണ്. അതിനോട് ഒത്തുപോകുന്നതാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാം, എപ്പം പറ്റൂല എന്ന് തോന്നോ അപ്പം ഞങ്ങൾ ഇറങ്ങിപ്പോരും. ആ രീതിയിലുള്ള ഒരു സംസാരം, ആ രീതിയിലുള്ള ഒരു സംസ്കാരം നമ്മുടെ വീടകങ്ങളിലെ, അല്ലെ, നമ്മുടെ മുസ്ലിം വീടകങ്ങളിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം.
ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാ ഷഹനാസ്ത കുറച്ച് അനുഭവങ്ങൾ പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് വന്നിട്ടുള്ള പരാതികൾ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മൾ മുസ്ലിം വീടുകളിൽ നിന്നാണോ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ അവർ നമ്മളുമായിട്ട് പങ്കുവെക്കും. മാരേജ് എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ഇപ്പം ഈ ഒരു ജനറേഷനിൽ ഡിവോഴ്സ് ഇൻക്രീസസ് ബിക്കോസ് എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി ഡസ് നോട്ട് മാച്ച്. അതായത് ഇന്ന് കൂടുതലും എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് വേൾഡിലാണ് മക്കളുള്ളത്. അതായത് ഞാൻ മെയിനായിട്ട് ചുരുക്കി പറയാം, നമ്മുടെ സമയം ഏകദേശം അടുത്തത് കൊണ്ട് തന്നെ ഞാൻ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ ഇത് ഞാൻ നേരത്തെ കുട്ടികളെ കേസൊന്ന് പറഞ്ഞു, പിന്നെ വരുന്നതുള്ളത് ഡിവോഴ്സ് കേസുകളാണ്. ഒരുപാട് കേസുകളുണ്ട്. ഒരു മന്തിൽ തന്നെ എത്ര കേസാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രക്കും ഉണ്ടാവും. അതും കുറേ കല്യാണം കഴിഞ്ഞ് കുറേ മാസങ്ങളൊന്നും ആയില്ല, വിത്തിൻ ഡേയ്സ് അല്ല വിത്തിൻ മന്ത്സ് ഓർ ഡേയ്സ് ആണ് മക്കള് വരുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാരണം എന്താണെന്ന് പറയാം, ശരിക്കും ഒരു നമുക്ക് തന്നെ ഒരു എന്താണ് കേൾക്കുന്നത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചോദിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താണ്. എന്താണ് പറയുന്നതെന്ന് അറിയോ? എൻ്റെ കോൺസെപ്റ്റിലെ ഭർത്താവല്ല എന്നാണ് അവര് ഇതിപ്പോ ഒരാളുടേതല്ല എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, മിക്ക മക്കളും പറയുന്നത് ഇതാണ്, എൻ്റെ കോൺസെപ്റ്റിലെ ഭർത്താവല്ല. അവർക്ക് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വരുന്നതാണ്, ഫിസിക്കൽ റിലേഷനിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ് പാരൻസ് കൊണ്ടുവരുന്നതാണ്. അതായത് സെക്ഷൽ ലൈഫിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അവർ കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതായത് ഞാൻ മനസ്സിൽ കാണുന്ന ഭർത്താവിനെ അംഗീകരിച്ചതുപോലെ ആയി പോകൂലേ എന്നാണ് അവർക്ക് ഒരു വിധത്തിലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഇതിപ്പോ ഞാൻ മെയിൻ മനസ്സിലാക്കിയത്. ഇപ്പൊ മിക്ക കുട്ടികളും ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അതിലിപ്പോ മെയിൻ കുട്ടികൾ പറഞ്ഞ നമ്മളൊന്നും ഇതൊന്നും അറിയില്ല എന്താ സംഭവം എന്നൊക്കെ ഈ കുട്ടികൾ വന്ന് പറയുമ്പോഴേ നമുക്കറിയുന്നത് K-ഡ്രാമാസ്, നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു എന്താണ് അൺറിയൽ ആ ഒരു ലൈഫിലാണ് നമ്മളുള്ളത്. നമ്മൾ എക്സ്പെക്ടേഷൻ മൊത്തം അതാണ്. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ആ ഹസ്ബൻഡുമായിട്ടുള്ള ആ കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് ഒരു വിധത്തിലും സഹകരിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ പിന്നെ മറ്റൊന്ന് ഇതിൽ ഒരു ടോപ്പിക് കൂടിയുണ്ട്, അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് ഒന്ന് ടീം വർക്ക് ആൻഡ് ക്വാളിറ്റി ടൈം. മിക്ക പ്രശ്നങ്ങളും വരുന്നത് അതാണ്. അത് നമ്മുടെ ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് മൊത്തത്തിൽ നമ്മുടെ ഇന്നത്തെ പിന്നെ ക്യാപ്ഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒന്നാണ് ക്വാളിറ്റി ടൈം എന്നുള്ളത്. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ, എല്ലാ ഡേയ്സും ശരിക്കും നമുക്കൊരു ഫ്രീ ടൈം വേണം, വീട്ടിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്രീ ടൈം എന്തായി മാറുകയാണ്, അതൊരു ഫോൺ ടൈം ആയി മാറുകയാണ്. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ഉമ്മ ഉപ്പ 3 മക്കളുണ്ടെങ്കിൽ അവിടെ 5 പേരും ആ ഫ്രീ ടൈമിൽ മൊബൈൽ ഫോണിലാണ് അല്ലെ. ഇപ്പൊ ഇവിടെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താണ് ഒരു 40, 38, ഒരു 35 മുതലുള്ള ഏജ് കിടക്കുന്ന ഒരുപാട് സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ പറയാം. അപ്പം ഒരു എന്താണ് സാധാരണ തന്നെ നമുക്ക് എന്താണ് സ്ത്രീകൾക്ക് എല്ലാ മന്തും തന്നെ നമ്മുടെ മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാർ എന്താക്കുന്നില്ല, ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നില്ല. എന്താണ് പറയുന്നത്, മിക്ക ആൾക്കാരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയാ, ഇതെന്താ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്താന്ന് അവിടെ നിഗ്ലക്റ്റ് ചെയ്തത്. സത്യത്തിൽ അവരെന്തിനായിരിക്കും ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് അവരെ ആശ്വസിപ്പിക്കുക, ഒന്നും വേണ്ട, ഒന്ന് കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരോ ഇല്ലെങ്കിലും മക്കളിൽ നിന്ന് അവർ ഒരു ചെറിയൊരു വാക്ക് മാത്രമായിരിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാ, ഒന്ന് റെസ്റ്റ് എടുത്തോ, ഒന്ന് ഉമ്മ കഴിയുന്നില്ലല്ലോ, ഒന്ന് റെസ്റ്റ് എടുത്തോ. ഭർത്താക്കന്മാർ പറയാം നീ ഒന്ന് പോയി ഒന്ന് ഇത് മാത്രം കേട്ടോ, അവരെടുക്കും, പണിയെടുക്കും. പക്ഷെ അങ്ങനെ ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് അവർക്ക് ലഭിക്കുന്നില്ല. എന്തിനു വേണ്ടി? ഈ മെനോപോസൽ സ്റ്റേജൊക്കെ അല്ലെ, ആർത്തവിരാമ സ്റ്റേജിലാണ് മിക്ക സഹോദരിമാരും കടന്നു വന്ന ഒരു ഏജാണ് അല്ലെ 40. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കും മാത്രം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻസി ടൈം, ഞാൻ സഹോദരന്മാരെ കൂടി ഉള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ പറയാണ്, ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വല്ലാത്തൊരു ഘട്ടമാണ്. അപ്പൊ ആ ഒരു സമയത്ത് എവിടെ നിന്നാണ് അവർക്കൊരു മെന്റൽ റിലീഫ് കിട്ടേണ്ടത്? സ്വന്തം വീടുകളിൽ നിന്നാണ്, ഹസ്ബൻഡ്, മക്കള്. അപ്പം അത് അവിടെ കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർക്കത് പുറത്തുപോയി ഷെയർ ചെയ്യേണ്ട ഒരു അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആ ക്വാളിറ്റി ടൈം. ആ ക്വാളിറ്റി ടൈം നമ്മൾ ഇന്ന് മുതലെങ്കിലും നമ്മൾ വീട്ടിൽ ഒരു ക്വാളിറ്റി ടൈം അതിന് നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹധന്യരായ സഹോദരിമാരെ, ഉമ്മമാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നല്ല നല്ല ക്ലാസ്സുകൾ കേട്ട് നല്ല പൂർണ്ണ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ് നിങ്ങളും ഞാനും. ഇവിടെ 3 ആളുകൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങളോട് ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇന്നിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ, നമ്മുടെ കുടുംബം ഇതുപോലെ ഇന്ന് കേട്ട ഈ പ്രസംഗത്തിൻ്റെ ഒക്കെ അളവുകോല് വെച്ച് നോക്കി ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി എൻ്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നവളാണോ? നമുക്കറിയാമല്ലോ, പണ്ടും കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ ലോകമല്ല ഇന്ന് കാലം മാറി, മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അന്നത്തെയും ഇന്നത്തെയും മാറ്റം? നമുക്കറിയാം, കുടുംബ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ തന്നെ ഉത്തരവാദിത്തം എന്ന നിർവഹണത്തിൽ നിന്ന് നാം ഒളിച്ചോടി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വചനം, അൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻ റഹിയത്തിഹ. എന്താണ് അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്? എല്ലാ സ്ത്രീകളും ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിലെ ഭരണാധിപയാണ്. അവരുടെ മക്കളെക്കുറിച്ചും അവരെ കുടുംബത്തെക്കുറിച്ചും അവരോട് ചോദ്യം ചെയ്യപ്പെടും. ഒന്ന് ഇരുന്ന് ആലോചിക്കുക, ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തം അത് അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞ രീതിയിലാകുന്നുണ്ടോ? നമ്മുടെ ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യയാവുന്ന നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തമൊന്നും നിർവഹിക്കാതെ ഇതിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഷഹനാസ പറഞ്ഞതുപോലെ അവരുടെ അടുക്കൽ വരുന്ന അധിക കേസുകളും നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ, അത് നടക്കുന്നില്ല. ഇന്ന് ഏതോ ഒരു ലോകത്താണ് എല്ലാവരും. ഉപ്പ ഒരു ലോകത്താണ്, ഉമ്മ ഒരു ലോകത്താണ്, മക്കൾ വേറൊരു ലോകത്താണ്. എല്ലാവരും വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ അകത്തളങ്ങളിലോ തന്നെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ കയ്യിലുള്ള ഈ വിഡ്ഢിപ്പെട്ടി എന്ന് പറയുന്ന ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ മൊബൈലോ ടാബോ ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും ഏതോ ഒരു ലോകത്താണ്. മുമ്പൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഇരുന്ന് ആശയവിനിമയം നടത്താറുണ്ട്, സ്നേഹം പങ്കിടാറുണ്ട്, ചർച്ചകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും ഫോണിന്റെ മുന്നിലാണ്. എല്ലാവർക്കും അതിലുള്ള റീൽസും അതിലുള്ള കഥകളും അതിലുള്ള പലതും കണ്ടുകൊണ്ട് നമ്മൾ വളരുകയാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരിമാരെ നമ്മുടെ മക്കൾ വന്നാകുക? നമ്മൾക്ക് ആശയവിനിമയം നടത്താൻ സമയമില്ലെങ്കിൽ നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണ് കാര്യം? നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും സ്നേഹം പങ്കിടാനും സ്നേഹം കണ്ടെത്താനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന കാര്യം വാസ്തവമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവരാകണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മൾ മാതാപിതാക്കളുടെ സ്നേഹവും സംസാരവും കണ്ടുകൊണ്ടാണ് നമ്മുടെ പെൺമക്കളും ആൺമക്കളും വളരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണോ സ്നേഹവും സന്തോഷവും ലഭിക്കുന്നത് ആ സ്ഥലത്തേക്ക് അവർ കൂട് കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ മക്കൾ പറയുന്നത്, എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാൻ, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എനിക്കൊരു ജോലി വേണം, എനിക്കാരെയും ആശ്രയിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ അടിമപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണം. പക്ഷെ അവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ജോലി ആവശ്യമാണ് ജീവിക്കാൻ. പക്ഷേ എനിക്കെൻ്റെ ഭർത്താവിനെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന് മക്കൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഭർത്താവ് കഷ്ടപ്പെടുന്നത്, നമ്മുടെ ഉപ്പ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ്. അവരെ ആശ്രയിക്കാതെ, അവരെ അംഗീകരിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിലെ കുടുംബ സംവിധാനം ആ നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു കുടുംബിനിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഭർത്താവിനോടൊപ്പം, നമ്മുടെ ഉമ്മയോടൊപ്പം, നമ്മുടെ ഉപ്പയോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം നല്ല സഹവാസവും നല്ല സ്നേഹവും നല്ല സഹവർത്തിത്വവും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും കണ്ട് ആസ്വദിക്കുന്ന നമ്മുടെ മക്കൾ ആ ഒരു ജീവിതത്തിലേക്ക് കുടിയേറിപ്പാർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെ മക്കളുമായി നമ്മൾ ആശയവിനിമയം നടത്തണം, അവരെ സ്നേഹിക്കണം, ആ സ്നേഹം അവരോട് പ്രകടിപ്പിക്കണം, അവരെ കൂട്ടി നിർത്തണം, അവരെ ചേർത്ത് പിടിക്കണം. എല്ലാത്തിനും അവരെ നമ്മളോടൊപ്പം കൂട്ടി നിർത്തിയാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കേട്ട ഈ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി കുടുംബത്തോടുകൂടി, നമ്മുടെ മക്കളോടുകൂടി, ഭാര്യയോടുകൂടി, ഭർത്താവിനോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്ന ആ മഹത്തായ ആ ഒരു ആശയം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വഴിവിഴച്ചു പോകാതിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വേറെയൊന്നും ഇതിനൊരു പ്രതിവിധിയല്ല. എല്ലാം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലവരായി മരിച്ചു പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ കേട്ട ഈ പ്രസംഗമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പിൻപറ്റി നമ്മുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കുടുംബിനിയായി, നല്ലൊരു ഭാര്യയായി, അൽമർഅത്തു സാലിഹത്തായ ഒരു സ്ത്രീയായി ജീവിച്ച് മരിച്ചു പോകാൻ, ഭർത്താവിൻ്റെ സ്നേഹം പിൻപറ്റിക്കൊണ്ട്, ഭർത്താവിൻ്റെ സംതൃപ്തി ലഭിച്ചുകൊണ്ട് സ്വർഗം നേടുന്ന യഥാർത്ഥ മുത്തക്കിയായി മരിച്ചു പോകാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.